Alhamdulillah Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി ഇന്ന് സൂറത്ത് ഹൂദിലെ 96-97 സൂക്തങ്ങൾ ഇൻഷാഅല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وملئه فاتبعوا أمر فرعون وما أمر فرعون برشيد. വലഖദ് അർസൽന, തീർച്ചയായും നാം നിയോഗിച്ചു മൂസ അലൈഹിസ്സലാമയെ ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളും കൊണ്ട്, അടയാളങ്ങളും കൊണ്ട്, വ സുൽത്താനും മുബീൻ, സ്പഷ്ടമായ തെളിവുകളും കൊണ്ട് അല്ലെങ്കിൽ പ്രമാണവും കൊണ്ട്, ഇലാ ഫിർഔനിലേക്ക്, വ മലഇഹി, അയാളുടെ പ്രമാണിമാരിലേക്കും അല്ലെങ്കിൽ നാട്ടുമൂപ്പന്മാരിലേക്കും, ഫത്തബഉ, എന്നിട്ട് അവർ പിന്തുടർന്നു, അമ്ര ഫിർഔനിൻ്റെ കൽപ്പനയെ. വമാ അമ്രു ഫിർഔനിൻ്റെ കൽപ്പന ആയിരുന്നില്ല ബി റഷീദ്, വിവേകമുള്ളത് അല്ലെങ്കിൽ സന്മാർഗമുള്ളത്. ഒന്നും കൂടെ അർത്ഥം പറയാം. വലഖദ് അർസൽന മൂസ, നിശ്ചയമായും നാം മൂസ അലൈഹിസ്സലാമയെ നിയോഗിച്ചു, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളും കൊണ്ട്, നമ്മുടെ അടയാളങ്ങളും കൊണ്ട്, വ സുൽത്താനും മുബീൻ, വ്യക്തമായ പ്രമാണവും കൊണ്ടും. തെളിവ്, ന്യായം, പ്രമാണം, അധികാരം ഒക്കെ സുൽത്താൻ എന്നുള്ളതിനർത്ഥം. സുൽത്താൻ, ഓരോ ഭരണാധികാരികൾക്കൊക്കെ സുൽത്താൻ എന്ന് പറയുമല്ലോ, അധികാരം എന്നും കൂടി അർത്ഥമുണ്ട്. ഇലാ ഫിറൗനിൻ്റെ അടുത്തേക്ക്, വ മലഇഹി, അയാളുടെ പ്രമാണിമാരുടെ അല്ലെങ്കിൽ നാട്ടുമുഖ്യന്മാരുടെ അടുത്തേക്കും, ഫത്തബഉ, എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഫത്തബഉ അമ്ര ഫിർഔൻ, അവർ ഫിർഔനിൻ്റെ കൽപ്പനയെ പിന്തുടർന്നു. വ അമാ അമ്രു ഫിർഔന ബി റഷീദ്, ഫിർഔനിൻ്റെ കാര്യം ആവട്ടെ ഒട്ടും വിവേകമുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ റുഷ്ദ്, സന്മാർഗമുള്ളതായിരുന്നില്ല, സന്മാർഗത്തിൽ എത്തിക്കുന്നതായിരുന്നില്ല എന്നൊക്കെ റഷീദിന് അർത്ഥം പറയും. കാര്യം നമുക്ക് വ്യക്തമാണ്. കഴിഞ്ഞ സൂറത്ത് യൂനുസിൽ മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അല്പം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ സൂറയിൽ അല്പം ചുരുക്കി പറയാം. അതേമാതിരി കഴിഞ്ഞ സൂറയിൽ ചുരുക്കി പറഞ്ഞിരുന്ന പ്രവാചകന്മാരുടെ ചരിത്രം ഈ സൂറയിൽ അല്പം നീട്ടി പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ, ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ, ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ, സ്വാലിഹ് നബി അലൈഹിസ്സലാമയുടെ ഒക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലാക്കി. സൂറത്ത് ഹൂദിൽ അതതിൻ്റെ മുമ്പത്തെ സൂറത്ത് യൂനുസിലും വന്നിട്ടുണ്ട്. അത് ആവർത്തനമല്ല, ഓരോ ഭാഗത്തും അത് പറയുമ്പോൾ അവിടെ പറയുന്ന വിഷയത്തിൽ ഒരു പ്രത്യേക ഊന്നലുണ്ടാകും. ഇവിടെ പറഞ്ഞ വിഷയം മൂസ അലൈഹിസ്സലാമയെ നമ്മുടെ അടയാളങ്ങളുമായി, ആയത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആയാത്ത്, അടയാളങ്ങളുമായി നമ്മൾ പറഞ്ഞയച്ചു. വ സുൽത്താനും മുബീൻ, പിന്നെ വ്യക്തമായ പ്രമാണം. എന്താ രണ്ടായിട്ട് പറയണത്? എന്താണ് ഇപ്പോൾ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ, മൂസാ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു തആല നൽകിയ 9 മുഖ്യമായ അത്ഭുതങ്ങളുണ്ട്. ഫിർഔനിൻ്റെ നാട്ടിൽ ഈജിപ്തിൽ പ്രബോധനം നടത്തുമ്പോൾ അതിൽ ഏറ്റവും മുഖ്യമായത് അദ്ദേഹത്തിൻ്റെ പാമ്പാകുന്ന വടിയാണ്. ഈ വടിയും അതോടൊപ്പം കയ്യും, ഇതാണ് ഏറ്റവും അതിൽ തന്നെ ഏറ്റവും മുഖ്യമായത് ആ വടി തന്നെയാണ്. അപ്പോൾ ഈ 9 അടയാളങ്ങൾ
ഇങ്ങനെ അടയാളങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമയുടെ ദഅവത്ത് നടത്തി നമ്മളിങ്ങനെ ചിന്തിച്ച് പഠിച്ചു പോരുമ്പോൾ ചിലപ്പോൾ 9-ലധികം കാണാം. അതിൽ ഏറ്റവും മുഖ്യമായതാണ് 9 എന്നെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ മന്ന, സൽവ, അതുപോലെ പശുവിൻ്റെ മാംസം എടുത്തുകൊണ്ട് മരിച്ചു കിടക്കുന്ന ആളെ അടിക്കുമ്പോൾ അയാൾ ജീവിച്ച് വരുന്നത്, പിന്നെ ഈജിപ്തിൽ, അതും സീന മരുഭൂമിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പിന്നെ അതിൻ്റെ മുമ്പ് 30 വർഷത്തോളം ഈജിപ്തിൽ കഴിയുമ്പോൾ അവിടെയുള്ള കുറേ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളപ്പൊക്കം, തൂഫാൻ. ഇപ്പോഴത്തെ തൂഫാൻ എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. അന്ന് തൂഫാൻ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമാണത്. പിന്നെ ചെള്ളുകൾ, പിന്നെ ചോര, തവള, വരൾച്ച, ഇതൊക്കെ മൂസാ നബിയുടെ പ്രബോധന കാലത്തിനിടക്ക് ഫിർഔനിനെയും കൂട്ടരെയും അച്ചടക്കം പഠിപ്പിച്ച് ദീനുൽ ഇസ്ലാമിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്ന അടയാളങ്ങളായിരുന്നു. അതെല്ലാം കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ബി ആയാത്തിന എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അടയാളങ്ങളെയും കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തെളിവുകളെയും കൊണ്ട്, ദൃഷ്ടാന്തങ്ങളെയും കൊണ്ട്. പിന്നെ വസുൽത്താനി മുബീൻ, വ്യക്തമായ പ്രമാണം. അതെന്താണ്? അത് പല അർത്ഥങ്ങൾ പണ്ഡിതന്മാർ അതിന് പറഞ്ഞത് തൗറാത്താണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ തൗറാത്ത് കൊടുത്ത സമയമായിട്ടില്ല. തൗറാത്ത് ഈജിപ്തിൽ മൂസാ നബി അലൈഹി സ്വലാം താഴ്വാ പ്രവർത്തനങ്ങൾ നടത്തി 30 കൊല്ലം പൂർത്തിയായതിനു ശേഷമാണ് അദ്ദേഹം സീനാ മരുഭൂമിയിലേക്ക് വരെയും കൊണ്ട് പോകുന്നത്. അവിടെ വച്ചിട്ടാണ് തൗറാത്ത് കിട്ടുന്നത്. അപ്പോൾ ഈ അടയാളങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ സുൽത്താനുൻ മുബീൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വടിയായി മാറുന്ന പാമ്പായി മാറുന്ന വടിയെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ദൃഷ്ടാന്തം. അതാണ് വ്യക്തമായ അടയാളം. മൊത്തത്തിൽ ദൃഷ്ടാന്തങ്ങൾ എന്ന ആയാത്തിന എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ പാമ്പായി മാറുന്ന വടിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വസുൽത്താനി മുബീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നത് നമുക്ക് ബുദ്ധിപരമായി മനസ്സിലാക്കാൻ ഏറെ എളുപ്പമുള്ള വ്യാഖ്യാനമാണ്. പിന്നെ സുൽത്താൻ എന്നുള്ളതിന് അധികാരം എന്നും അധികാരി എന്നും അർത്ഥമുണ്ട്. അധികാരി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ തൻ്റെ പ്രമാണങ്ങളെ കൊണ്ടും തൻ്റെ തെളിവുകൾ സമർത്ഥിക്കുന്നതിലെ കഴിവ് കൊണ്ടുമൊക്കെ മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള, ന്യായങ്ങളുമായി തെളിവുകളുമായി വന്നവൻ എന്ന അടിസ്ഥാനത്തിലും സുൽത്താനും മുബീൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് എന്നും പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഏറെ മനസ്സിലാക്കാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ മുഖ്യ അടയാളമായ, മുഖ്യ ദൃഷ്ടാന്തമായ പാമ്പായി മാറുന്ന വടിയാണ്. അതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഉദാഹരണം പറയാറുണ്ട്, മലായിക്കത്തുകളും റൂഹും വന്നു എന്ന് പറയാറുണ്ട്. ജാ റബ്ബുക വൽ, അതിലല്ല, എന്താണ്, മലക്കുകളും റൂഹും വന്നു എന്ന് പറയും. മലക്കുകൾ എന്നുള്ളതിൽ ജിബ്രീൽ അലൈഹിസ്സലാം പെടും. പിന്നെ അദ്ദേഹത്തിന് വേറെ ഒന്ന് എടുത്തു പറയും, അലൈഹിസ്സലാം, റൂഹു എന്ന മാതിരി ഒരു പ്രയോഗമാണ് എന്നത് നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതല്ലാതെ അദ്ദേഹത്തിൻ്റെ സാമർഥ്യം, അതായത് തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ഭാഗം ന്യായീകരിക്കുവാനും അത് തെളിയിക്കുവാനുമുള്ള സുൽത്താൻ, അതിനുള്ളൊരു കഴിവ് എന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും മൂസാ നബി അലൈഹി സ്വലാമയുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സുൽത്താൻ മുബീൻ എന്ന് പറയുന്നതും. പിന്നെ ഇലാ ഫിർഔന വ മലഇഹി, ഫിർഔനിലേക്കും അദ്ദേഹത്തിൻ്റെ നാട്ടുമുഖ്യന്മാരിലേക്കും അല്ലെങ്കിൽ നാട്ടിലെ പ്രമാണിമാരിലേക്കും. ഇതങ്ങനെ പറയുന്നത്, ഈ പ്രവാചകന്മാരൊക്കെയും അവിടുത്തെ പ്രമാണിമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാം. സ്വാധീനിക്കാൻ സ്വന്തം കാര്യത്തിനല്ല, ദീനുൽ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തിക്കൊണ്ട് അവരെ ദീനുൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ. അതെന്തിനാ? ഈ മലഅ് എന്ന് പറയുന്ന ആളുകൾ അവരവിടുത്തെ അധികാരത്തിൽ സ്വാധീനമുള്ളവരാണ്. അതോടൊപ്പം അവർ സമ്പന്നരുമാണ്. അങ്ങനെയാണല്ലോ ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം. എങ്ങനെയാണ്? സമ്പന്നർക്കും അധികാരത്തിൽ പങ്കുപറ്റുന്ന മറ്റു സ്വാധീനമുള്ളവർക്കൊക്കെ അവരാണല്ലോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഈജിപ്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഈ മലഅ് എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ സ്വാധീനമുള്ള, സമ്പത്തുള്ള, സൗകര്യങ്ങളുള്ള ആൾക്കാർ. അവർ ഈ കാര്യം മൂസാ നബിയെയും അദ്ദേഹത്തിൻ്റെ ആദർശത്തെയും അംഗീകരിച്ചാൽ ബാക്കിയുള്ള സാധാരണക്കാർ അംഗീകരിക്കാൻ പിന്നെ പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ പറയാറില്ലേ, യഥാ രാജ തഥാ പ്രജ. രാജാക്കന്മാർ, ഭരണകൂടം എങ്ങോട്ട് ചലിക്കുന്നുവോ പ്രജകൾ അങ്ങോട്ട് പോകും. എന്നിട്ട് അവരെ പ്രീണിപ്പിച്ച്, അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ മുസ്ലിം സമുദായത്തിലടക്കം ഭരണകൂടങ്ങളെ പ്രീണിപ്പിച്ച് നിർത്തുക. അതാണ് ഇവിടെ. അത്തരം ആളുകളെ മൂസാ നബി അലൈഹി സ്വലാം സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്?
അവർ ദീനുൽ ഇസ്ലാമിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ സാധാരണക്കാർ വേഗം അംഗീകരിച്ചു കൊള്ളും എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഇവിടെ അല്ലാഹു തആല എടുത്തു പറഞ്ഞത് ഇലാ ഫിർഔന വ മലഇഹി. എന്നാൽ യഥാർത്ഥത്തിൽ അവരിലേക്ക് രണ്ട് കൂട്ടരിലേക്കും ഫിർഔനിലേക്കും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരിലേക്കും ആളുകളിലേക്കും മാത്രമാണല്ല, ബനു ഇസ്രായേൽക്കാർ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് വരുന്ന അടിമകളാക്കപ്പെട്ട ഒരു വിഭാഗം അവിടെ ഉണ്ട്. അവരിലേക്കുള്ള പ്രബോധനവും അവരുടെ മോചനവും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ടത് തന്നെയാണ്. അത് ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർ ഈ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനെയും അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരായിട്ടുള്ള പ്രമാണിമാരെയും നാട്ടുമൂപ്പന്മാരെയും, അതാണ് മലക്ക്, അവർ ദഅവത്ത് നടത്തുമ്പോൾ ഫത്തബഉ അവർ പിന്തുടർന്നത് അമ്ര ഫിർഔനിൻ്റെ കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ കൽപ്പനകളെയാണ്. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നതൊന്നും അവർ ശ്രദ്ധിച്ചില്ല, അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? അവർക്ക് ഭരണകൂടത്തിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഭരണകൂടത്തിൽ നിന്നുള്ള ചില സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്, ഭരണകൂടത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഭരണകൂടത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ മലക്ക് എന്നിവിടെ സൂചിപ്പിച്ചത്. അത്തരമൊരു ജനവിഭാഗമാണ്. അങ്ങനെ ഉണ്ടാകും, എല്ലാ കാലത്തും ഉണ്ടാകും. അവരെങ്ങനെ പ്രീണിപ്പിച്ച് അവരെങ്ങനെ മയക്കിക്കൊണ്ട് നടന്നുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുക. ഫത്തബഉ അവർ പിന്തുടർന്നു അമ്ര ഫിർഔനിൻ്റെ കാര്യങ്ങളെ. വമാ അമ്രു ഫിർഔനിൻ്റെ കാര്യമോ അല്ല ബി റുഷിദ് പറഞ്ഞാൽ എന്താ? വിവേകമാണല്ലോ. വിവേകമുള്ളതല്ല എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം കാര്യം എവിടേക്കാണ് എത്തുന്നത് എന്നുള്ളത് ചിന്തിക്കാത്ത വിധത്തിലാണ് അയാളുടെ നിലപാട്. അത് അടുത്ത സൂക്തത്തിൽ പറയുന്നുണ്ട്, നരകത്തിലേക്കാണ് അയാൾ ഇവരെ കൊണ്ടുപോകണതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് വാക്കർത്ത് ഒന്നുകൂടിയും പറഞ്ഞുകൊണ്ട് ഓതിയാൽ മനസ്സിലാകുന്നൊരു വിധത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. വലഖദ് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്, മുമ്പത്തെ വാചകത്തിലേക്ക് സമാസിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് പറയുക. നമ്മൾ മലയാളത്തിൽ സമാസം എന്ന് പറയും, മറ്റൊന്നിലേക്ക് ചേർത്ത് പറയുക. അറബിയിൽ അത്തുഫ് എന്ന് പറയും, അത്തുഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഖദ് എന്ന് പറഞ്ഞാലും അതന്നെ, ല ഖദ്, അത് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാമെന്നുള്ള മാതിരിയുള്ള ഒരു പ്രയോഗമാണ്. വലഖദ് അർസൽനാ മൂസ, നിശ്ചയം നാം മൂസായെ നിയോഗിച്ചിട്ടുണ്ട്. അർസല എന്നാൽ നിയോഗിച്ചു, ദൗത്യവുമായി സന്ദേശവുമായി അയക്കണീനാണ് അർസല എന്ന് പറയുക. ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി, വ സുൽത്താനി മുബീൻ സ്പഷ്ടമായ ന്യായവുമായും അല്ലെങ്കിൽ സ്പഷ്ടമായ പ്രമാണവുമായും, ഇല ഫിർഔനിലേക്കും വ മലഇഹി അയാളുടെ സ്വന്തക്കാരായ അടുപ്പക്കാരിലേക്കും അല്ലെങ്കിൽ പ്രമാണിമാരിലേക്കും നാട്ടുമുഖ്യന്മാരിലേക്കും നാം നിയോഗിച്ചു. ഫത്തബഉ എന്നിട്ട് ഇത്തബഉ അവർ പിൻപറ്റി അമ്ര ഫിർഔനിൻ്റെ കൽപ്പനയെ. വമാ അമ്രു ഫിർഔന ബി റഷീദ് ഫിർഔനിൻ്റെ കൽപ്പനയാകട്ടെ ഒട്ടും വിവേകമുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ സന്മാർഗമുള്ളതായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. ഇതിൻ്റെ ദിവസം തന്നെയാണ് ശേഷം പറയാൻ പോകുന്ന സൂക്തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ എന്ത് പ്രകോപനമുണ്ടായിരുന്നാലും എന്ത് പ്രലോഭനമുണ്ടായിരുന്നാലും അള്ളാഹുവിൻ്റെ കൂടെ നിൽക്കാൻ അവൻ എന്നും നമുക്ക് തുണയേകുമാറാവട്ടെ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.